നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഈഴവ സമുദായത്തിൽപ്പെട്ട KPCC അധ്യക്ഷൻ കെ സുധാകരനെ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി ആ സ്ഥാനത്ത് നിന്നും പുകച്ച് പുറത്തു ചാടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. എന്നാൽ CPM-ലോ ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞപ്പോൾ 9 ജില്ലാ സെക്രട്ടറിമാർ ഈഴവ സമുദായത്തിൽ നിന്നുണ്ടായി. 3 പേർ മുസ്ലിം സമുദായത്തിൽ നിന്നും 2 പേർ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുമാണ് ജില്ലാ സെക്രട്ടറിമാരായത്. കൃത്യമായ പിന്നോക്ക ന്യൂനപക്ഷ ഐക്യത്തിലൂടെ ഒരു പുതിയ രാഷ്ട്രീയ തന്ത്രവുമായി കോൺഗ്രസിനെ നേരിടാൻ CPM ഉദ്യമിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളാകട്ടെ കഴിവുള്ള പ്രാപ്തിയുള്ള പിന്നോക്ക നേതാക്കളെ മാറ്റി നിർത്തുകയാണെന്നുള്ള ആരോപണം അതിശക്തമായാണ് കോൺഗ്രസിനുള്ളിൽ ഉയരുന്നത്. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ ഊർജിതമായതോടെ പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉയർന്നിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ KPCC പ്രസിഡന്റ് പോലും കോൺഗ്രസിൽ രക്ഷയില്ലെന്നും ഈഴവ സമുദായത്തെ കോൺഗ്രസ് പൂർണ്ണമായി അവഗണിക്കുകയാണെന്നുള്ള പരാതികൾ ഉയർത്തി. അത് പരാതി മാത്രമായിരുന്നില്ല, ഒരു താക്കീത് കൂടിയായിരുന്നു. ഈഴവ സമുദായത്തെ കോൺഗ്രസ് നിരന്തരമായി അവഗണിക്കുകയാണെന്നും അതുകൊണ്ട് ഈ സമുദായത്തിൻ്റെ വോട്ടൊന്നും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന സന്ദേശമാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ നൽകിയത്. മാത്രമല്ല CPM ഈഴവ സമുദായത്തെ വളരെ കാര്യമായി പരിഗണിക്കുന്നുവെന്നും അതുകൊണ്ട് CPM-നോടാണ് തങ്ങൾക്ക് താല്പര്യമെന്നുവരെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വച്ചു. വെള്ളാപ്പള്ളി പറഞ്ഞത് 100% ശരിയാണെന്നാണ് ജില്ലാ സെക്രട്ടറിമാരുടെ തിരഞ്ഞെടുപ്പുകൾ വ്യക്തമാക്കുന്നത്. 9 ജില്ലാ സെക്രട്ടറിമാർ ഈഴവ സമുദായത്തിൽ നിന്നുണ്ടാകുകയും 3 പേർ മുസ്ലിം സമുദായത്തിൽ നിന്ന് വരികയും മറ്റ് 2 പേർ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽ നിന്ന് വരികയും ചെയ്തപ്പോൾ എന്താണ് CPM കേരളത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിരിക്കുകയാണ്, വ്യക്തമായിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നോക്ക ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളുടെ ഐക്യത്തോടെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള തന്ത്രം CPM ഒരുക്കുകയാണ്. എന്നാൽ കോൺഗ്രസിലും UDF-ലും ഇതൊന്നും ആരും അറിഞ്ഞ മട്ടില്ല. പരസ്പരം പാരവച്ച് ഉള്ള ഒരു KPCC അധ്യക്ഷനെ കൂടെ പുറത്താക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നതെന്ന് പാർട്ടി നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നു. കോൺഗ്രസിൽ പൊതുവെ ഈഴവ സമുദായത്തിൽപ്പെട്ട നേതാക്കൾ വളരെ കുറവാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് കെ സുധാകരൻ. പിന്നെയുള്ളത് KPCC ജനറൽ സെക്രട്ടറി M ലിജുവാണ്. അത്തരം കുറച്ച് നേതാക്കൾ മാത്രമേ KPCC തലത്തിൽ പോലും ഈഴവ സമുദായത്തിൽ നിന്നും കോൺഗ്രസിലുള്ളൂ. ആ ഘട്ടത്തിൽ, അങ്ങനെ ഒരു സന്ദർഭത്തിൽ വീണ്ടും ഇത്തരം അരികുവൽക്കരണം നടത്തുന്നത് കോൺഗ്രസിനെ എവിടെയും കൊണ്ടുവന്ന് എത്തിക്കില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. എന്നാൽ CPM വളരെ കൃത്യമായി കരുക്കൾ നീക്കുകയാണ്. ഈഴവ സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും കൂടെ നിർത്തി കഴിയുമെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായ ക്രൈസ്തവ സമുദായത്തിൽ നിന്നും വോട്ടുകൾ പിടിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാനാണ് CPM ശ്രമിക്കുന്നത്. കോൺഗ്രസ് ഇതൊന്നും അറിഞ്ഞ മട്ടില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഈഴവ സമുദായത്തിൽപ്പെട്ട നേതാക്കൾക്ക് സീറ്റ് പോലും, അസംബ്ലി സീറ്റ് പോലും കൊടുക്കാൻ കോൺഗ്രസ് മടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പല ഭാഗത്തു നിന്ന് ഉയർന്നിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഇതൊന്നും അറിഞ്ഞ മട്ടില്ല, ഇതൊന്നും കേൾക്കുന്ന ഭാവമില്ല. ഏതായാലും CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാർ 9 പേരും ഒരേ സമുദായത്തിൽ നിന്ന്, അത് അതിശക്തമായ ഈഴവ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുണ്ടായത് കോൺഗ്രസിനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിൽ കോൺഗ്രസിന് സീറ്റുകൾ ലഭിക്കണമെങ്കിൽ ഈഴവ സമുദായത്തിൻ്റെ പിന്തുണയോട് കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. തൃശ്ശൂർ ജില്ലയിൽ ഏറെക്കുറെ ഈഴവ സമുദായം BJP-ക്കൊപ്പം പോയി എന്ന CPM-ന്റെ കണക്കെടുപ്പുകൾ കൃത്യവും വ്യക്തവുമാണെന്നാണ് മറ്റു വിഭാഗങ്ങളിൽ ലഭിക്കുന്ന സൂചനകൾ നൽകുന്നത്. സുരേഷ് ഗോപിക്ക് വലിയ തോതിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട വോട്ടുകൾ ലഭിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് 80,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞത്. ഏതായാലും CPM-ഉം BJP-യും ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ പങ്കുവച്ചെടുക്കുമ്പോൾ കോൺഗ്രസിന് ലഭിക്കുന്നത് വട്ടപൂജ്യം മാത്രമായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ നിന്നാണ് പല കോൺഗ്രസ് നേതാക്കളും രഹസ്യമായി സമ്മതിക്കുന്നത്. കെ സുധാകരന് പോലും കോൺഗ്രസ് രക്ഷയില്ലെങ്കിൽ പിന്നെ ഏത് ഈഴവ നേതാവിനാണ് കോൺഗ്രസിൽ സ്പേസ് ഉണ്ടാവുക, ഒരു കസേര ഉണ്ടാവുക എന്നാണ് അവർ ചോദിക്കുന്നത്.